നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാനിതേ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾക്ക് എഴുതുന്ന കഥ. ദുശകുനങ്ങളൊന്നും ഇതിൽ തട്ടരുതേ എന്ന് പ്രാർത്ഥിക്കണമല്ലോ. തന്നെ കണ്ടതിന്റെ ദോഷം അതിൽ പറ്റരുതെന്ന് പ്രാർത്ഥിച്ചിട്ടാ ഞാനും കത്ത് പോസ്റ്റ് ചെയ്തത്. ദൈവം ഒരുക്കി കൊടുത്ത ഏതെങ്കിലും ഒരു തണല്ലേ എന്റെ മോൾ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവും. വാ. അല്ല, ഇതിൽ അഡ്രസ് എഴുതാൻ പേന അവിടെ ഇതെന്ത് മര്യാദയാ? ഞാൻ ഈ പേന എടുക്കുന്ന താൻ കണ്ടതല്ലേ? ഇത് ഇവിടെ ഇരുന്ന പേനയല്ലേ, ആരുടെ സ്വന്തമൊന്നും അല്ലല്ലോ. അല്ല, ഞാൻ എവിടെ പോയാലും അവിടെയൊക്കെ താനുണ്ടല്ലോ. താൻ എന്തിനാ എന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത്? അതെ, സ്വന്തം കാര്യത്തിൽ ഇത്തിരി വിശ്വാസവും അഭിമാനമൊക്കെ ഉള്ളത് നല്ലത് തന്നെയാ. പക്ഷേ ലോകത്തിലുള്ള ആളുകൾ മുഴുവൻ അങ്ങേ നോക്കിയാണ് നടക്കുന്നതെന്ന് വിചാരിച്ചു പോവരുത്. അതിനുള്ള പകിട്ടൊന്നും തനിക്കില്ല. ആ പേനയും തന്നെ എനിക്ക് പോയിട്ട് വേറെ പണിയുള്ളതാ. പിന്നെ ഞങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ തെക്കും വടക്കും നടന്നോണ്ടിരിക്കുകയാണല്ലോ. ഇയാൾക്ക് മാത്രമാണല്ലോ പണിയുള്ളത്. മര്യാദക്ക് പേനയും തരാനാ പറഞ്ഞു. അറ്റ്ലീസ്റ്റ് ലേഡീസ് ഫസ്റ്റ് എന്ന് കേട്ടിട്ടില്ലേ? അതെങ്കിലും മാനിച്ചൂടെ? എന്ത് ലേഡീസ് ഫസ്റ്റ്? അതൊക്കെ അങ്ങ് പണ്ട്. ഇപ്പോഴേ നിങ്ങൾ ഇക്വാലിറ്റിയും പറഞ്ഞുകൊണ്ടല്ലേ നടക്കുന്നത്. ആണും പെണ്ണും ഒരുപോലെയാ, ഒരാൾക്കും പ്രത്യേകതയില്ല. അപ്പൊ രണ്ടു കൂട്ടരും സമമല്ലേ? അപ്പൊ ആ പേനയും കൊണ്ട് ഞാൻ എഴുതി തീരുന്നത് വരെ വെയിറ്റ് ചെയ്യേ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോ. അങ്ങനെ ഇപ്പൊ താൻ എഴുതണ്ട, ഞാൻ എഴുതി തീർന്നിട്ട് താൻ എഴുതിയാ മതി. ഇനി തരാനല്ലേ പറഞ്ഞ? മര്യാദയ്ക്ക് വിടുന്നുണ്ടോ ഇത്? ഇത് വിടുന്ന പ്രശ്നമില്ല. എനിക്കൊന്നാമത് ഈ ജാട കാണിക്കുന്ന പെണ്ണുങ്ങളെ കണ്ണെടുത്താ കണ്ടുകൂടാ. ഓഹോ, പുരുഷന്മാർക്ക് ജാടയാവല്ലേ? അതിന് നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. എന്ത് ബഹളായത്? ഇത് ഞാൻ ഒടിച്ചു കളഞ്ഞാലും ശരി, എന്നെക്കാളും മുമ്പ് താൻ ഇതുകൊണ്ട് എഴുതില്ല. ഞാൻ എഴുതിപ്പിക്കത്തൂല. വിടും. എന്തിനാ കുട്ടി ബഹളം വെക്കുന്നേ? പേന ഞാൻ തരാം. അതെന്തിനാ എനിക്ക് തരുന്നേ? ഇയാൾക്ക് കൊടുത്തൂടെ? എനിക്ക് വേണ്ട, ഞാൻ ഈ പേന കൊണ്ടേ എഴുതുന്നുള്ളൂ. അതെ, ഇവിടെ നിങ്ങൾ രണ്ടുപേരും മാത്രമല്ല, ഞങ്ങൾക്കാർക്ക് നിങ്ങളുടെ തർക്കം സഹിക്കേണ്ട കാര്യമില്ല. ഒന്നുകിൽ രണ്ടുപേരും ഇവിടുന്ന് പോണം, അല്ലെങ്കിൽ കത്ത് പോസ്റ്റ് ചെയ്യണമെങ്കിലേ ആർക്കാ വേണ്ടെന്ന് വെച്ച് ഇത് വാങ്ങിച്ചോ. ഇയാളുടെ മുരട്ടെ തരം ജയിക്കട്ടെ. അഹങ്കാരത്തിന് അടി കിട്ടുമ്പോ മറ്റുള്ളവരെ കുറ്റം പറയാനൊക്കെ തോന്നും. രണ്ടാൾക്കും ഒരുപാട് ലോകവിവരങ്ങൾ അറിയാം, സംസാരിക്കാനും അറിയാം. പക്ഷേ ഒരു പേന കൈ കരുതാനുള്ള ബോധമില്ലല്ലേ?
വല്ലതും പറഞ്ഞോ? അപ്പൊ ഇല്ല, ഞാനൊന്ന് പ്രാർത്ഥിച്ചതാ. ഞാനിതേ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾക്ക് എഴുതുന്ന കഥ. ദുശകുനങ്ങളൊന്നും ഇതിൽ തട്ടരുതേ എന്ന് പ്രാർത്ഥിക്കണമല്ലോ. തന്നെ കണ്ടതിന്റെ ദോഷം അതിൽ പറ്റരുതെന്ന് പ്രാർത്ഥിച്ചിട്ടാ ഞാനും കത്ത് പോസ്റ്റ് ചെയ്തത്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾക്കുള്ള കത്താണിത്. ഓ, പിന്നെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാള്. മനു, നീ ഇതെന്താ ഓർത്തോണ്ടിരിക്കുന്നെ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.